നമസ്കാരം. ഇന്ന് 2025 ജനുവരി 24 വെള്ളിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വെജിറ്റബിൾ ഓയിൽ, മിൽക്ക് പൗഡർ, വാട്ടർ, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത്. മേഴ്സറീസ് അങ്ങനെയല്ല. മിൽക്ക്, ബട്ടർ, റിയൽ ഫ്രൂട്ട്സ്, നാച്ചുറൽ ഫ്ലേവേഴ്സ്, നാച്ചുറൽ കളർ, പിന്നെ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്. വ്യത്യാസം മനസ്സിലാക്കും, നല്ലത് മാത്രം കഴിക്കൂ. മേഴ്സറീസ്, ദി ട്രൂ ഐസ്ക്രീം. രാജ്യത്തെ പ്രാദേശിക വിമാന കമ്പനിയായ റെക്സ് എയർലൈനുമായുള്ള സാമ്പത്തിക സഹായം തുടർന്ന് ഫെഡറൽ ഗവൺമെന്റ്. റെക്സിന് ഏറ്റവും അധികം കടബാധ്യതയുള്ള PAGAC റെഗുലസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡിൽ നിന്ന് $50 മില്യൺ കടം സർക്കാർ ഏറ്റെടുക്കും. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് വാണിജ്യപരമായ നിലനിൽപ്പിനായി റെക്സ് എയർലൈൻസ് പോരാടുകയാണ്. ലിക്വിഡേഷൻ തടയാൻ റെക്സിന്റെ ചില കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഗതാഗത മന്ത്രി കാതറിൻ കിങ്ങും ധനമന്ത്രി കാറ്റി ഗില്ലഗറും പ്രഖ്യാപിച്ചു. കടം ഏറ്റെടുക്കുന്നതിലൂടെ സർക്കാർ സുരക്ഷിത റെക്സ് എയർലൈൻസിന്റെ സെക്യൂർഡ് ക്രെഡിറ്ററായി മാറും. യാത്രയ്ക്കായി കാരിയറിനെ ആശ്രയിക്കുന്ന പ്രാദേശികവും വിദൂരവുമായ കമ്മ്യൂണിറ്റികളെ സഹായിക്കുക എന്ന ലക്ഷ്യവും സർക്കാരിന് ഉണ്ട്. 2032 ഒളിമ്പിക്സ് വേദികളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻ ക്വീൻസ്ലാൻഡ് മുഖ്യമന്ത്രിയും ലേബർ നേതാവുമായ അനാസ്തേഷ്യ പലേഷ്ചുക്കിന്റെ അവകാശവാദം LNP നിഷേധിച്ചു. ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ തീരുമാനപ്രകാരമാണ് വിക്ടോറിയ പാർക്കിൽ പുതിയ സ്റ്റേഡിയം നിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ ലിബറൽ നാഷണൽ പാർട്ടി ഈ പ്രസ്താവന തള്ളി. ഒളിമ്പിക്സ് വേദികളെ സംബന്ധിച്ചും ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. പ്രസ്തുത വേദികളിലെ പദ്ധതി ആസൂത്രണത്തിലും വികസനത്തിലും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളുടെയും പരസ്യ വിമർശനം ഉയർന്നിരിക്കുന്നത്. 2032 ബ്രിസ്ബെയിൻ ഒളിമ്പിക്സ് നടത്തിപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ഇതോടെ കൂടുതൽ ചർച്ചകൾക്കായുള്ള വഴി ഒരുക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോള ഉടമ്പടിയായ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ ഒരുങ്ങുമ്പോഴും കരാറിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്ന് കാലാവസ്ഥാ വ്യതിയാന ഊർജ്ജ മന്ത്രി ക്രിസ് ബോവൻ. മലിനീകരണത്തിന് കാരണമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായാണ് അമേരിക്കയെ കണക്കാക്കുന്നത്. ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറുമ്പോഴും ഹരിത ഊർജ്ജ പരിവർത്തനത്തിന്റെ വേഗമോ അഭിലാഷമോ ലേബർ ക്രമീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാന അതോറിറ്റിയായ CCAയുടെ 2035 എമിഷൻ ടാർഗറ്റിനെ കുറിച്ച് ഉപദേശം നൽകുന്നതിന് മുമ്പ് US സന്ദർഭം വിലയിരുത്തുന്നത് ഉചിതമാണെന്ന് ബോവൻ കൂട്ടിച്ചേർത്തു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ 2035 എമിഷൻ ലക്ഷ്യം പ്രഖ്യാപിക്കില്ലെന്ന് കാലാവസ്ഥാ വ്യതിയാന ഊർജ്ജ മന്ത്രി അറിയിച്ചു. സാംക്രമിക രോഗത്തിന്റെ കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് NSW, ക്വീൻസ്ലാൻഡ് എന്നിവിടങ്ങളിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ 5ാം പനി മുന്നറിയിപ്പ് നൽകി. വെസ്റ്റേൺ സിഡ്നിയിലും ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിലുമായാണ് രോഗം കണ്ടെത്തിയത്. വിയറ്റ്നാമിൽ നിന്നും ബ്രിസ്ബെയിനിലെത്തിയ യാത്രക്കാരനാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5ാം പനി പടർന്നു പിടിക്കുന്നുണ്ടെന്ന് NSW ഹെൽത്ത് അറിയിച്ചു. ഫ്ലൈറ്റിൽ വ്യക്തിക്ക് പകർച്ചവ്യാധി ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ അതേ സ്ഥലങ്ങൾ സന്ദർശിച്ച ആരെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന് NSW ഹെൽത്ത് അറിയിച്ചു. 5ാം പനി ബാധിച്ച മറ്റൊരു വ്യക്തി ഗോൾഡ് കോസ്റ്റിലുള്ള ആളാണ്. ഈ വ്യക്തിയുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആയിട്ടില്ല. അതേസമയം രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂടൗണിൽ ഡ്യൂട്ടിയിലില്ലാത്ത 2 പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 18ഉം 20 വയസ്സ് പ്രായമുള്ള യുവാക്കളെയാണ് സിഡ്നിയിലെ മാസ്കോട്ട് ഏരിയയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. എഡ്മോർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. 3 പേരുടെ വാക്കുതർക്കത്തിൽ ഇടപെടാൻ ശ്രമിക്കവേ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. നിലവിൽ റോയൽ പ്രിൻസ് ആൽഫ്രഡ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം. മുഖത്ത് സാരമായി പരിക്കേറ്റ മറ്റൊരു ഓഫീസറെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തുകയാണ്. സാക്ഷികളായവർ, ഇവന്റുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൈവശമുള്ളവർ പോലീസുമായി സഹകരിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഒന്നിലധികം കമ്മ്യൂണിറ്റികൾക്കുള്ള അടിയന്തര കാട്ടുതീ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങളുടെ ജീവനും വീടിനും അപകടത്തിലാക്കാമെന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പെർത്തിൽ നിന്ന് 350 കിലോമീറ്റർ വടക്ക് ജെറാൾട്ടന് പുറത്ത് കത്തുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമം തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെടുവിച്ച ഒരു അടിയന്തര മുന്നറിയിപ്പ് എലൻഡേൽ, മിന്നനൂക്ക, വാക്വേ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക്
മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീടുകൾക്ക് പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണി ഉയർത്തേക്കാമെന്നും തുടർച്ചയായി അഗ്നിശമന വിഭാഗം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യം മറികടന്നതിന് പിന്നാലെ മുന്നറിയിപ്പ് താഴ്ത്തിയിട്ടുമുണ്ട്. എന്നാൽ തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് തീ നീങ്ങുന്നതായി ആശങ്കയും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ടെന്നീസ് ആരാധകരേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ സെമി ഫൈനലിന് ഇന്ന് തുടക്കമാകും. റോഡ് ലേവർ അരീനയിൽ നൊവാക് ജോക്കോവിച്ചും അലക്സാണ്ടർ സൊറോവയും ആദ്യ സെമിയിൽ ഏറ്റുമുട്ടും. ജോക്കോവിച്ചും സൊറോവും മുമ്പ് 12 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 8 തവണ ജോക്കോവിച്ച് വിജയിച്ചിട്ടുണ്ട്. ടോമി പോളിനെ പരാജയപ്പെടുത്തിയാണ് അലക്സാണ്ടർ സൊറോവ് സെമിയിൽ പ്രവേശിച്ചത്. അതേസമയം കാർലോസ് അലസ്താരിക്കെതിരായ ക്വാർട്ടർ ഫൈനൽ വിജയത്തിന് ശേഷം തുടർച്ചയായ 2ാം ദിവസവും ജോക്കോവിച്ച് പരിശീലനം ഉപേക്ഷിച്ചതായാണ് വിവരം. പകരം ഫിസിയോതെറാപ്പിസ്റ്റിനൊപ്പം സമയം ചെലവഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അൽക്കാരസിനെതിരായ മത്സരത്തിനിടെ ജോക്കോവിച്ചിന് പരിക്കേറ്റിരുന്നു. വനിതാ ആഷസ് 2020 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. മാനുഗോവലിൽ നടന്ന മത്സരത്തിൽ ഡക്വർത്ത് ലൂയിസ് ടേൺ രീതി പ്രകാരമാണ് 6 റൺസിന് ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. വിജയത്തോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഓസ്ട്രേലിയ 2-0 മുന്നിലെത്തി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് അവസാന ഓവറിൽ 22 റൺസ് വേണ്ടിയിരുന്നുവെങ്കിലും ക്യാപ്റ്റൻ ഹീതർ നൈറ്റ് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി. തുടർന്ന് മഴ കളി അവസാനിപ്പിച്ചു. തുടർന്ന് DLS രീതി പ്രയോഗിക്കുകയായിരുന്നു. 35 ബോളിൽ 48 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഓസ്ട്രേലിയയുടെ ടഹാലിയ മഗ്രത്ത് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. നാളെ അഡ്ലേഡ് ഓവലിലാണ് അവസാന 2020. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.